ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് തരത്തിലുള്ള കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ബീറ്റ്റൂട്ട് വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് കുറച്ച് നേരം ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എല്ലാതും ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി വരുമ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാതും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 3/4 ഗ്ലാസ് തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ് വേണ്ടത്. ഇവിടെ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ലൂസായിട്ടുള്ള തൈരാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് അരയാൻ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് കടുകും കൂടിയും ചേർത്തിട്ട് അരച്ചെടുക്കാം. കടുക് ഒരിക്കലും കൂടി പോരുത്. ഇപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എടുത്ത് മിക്സിയുടെ ജാറിൽ നിന്ന് ഈ തേങ്ങ അരച്ചത് മുഴുവനും എടുത്ത് ബീറ്റ്റൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സദ്യയിൽ കിച്ചടി എപ്പോഴും നല്ല തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. ഇപ്പോൾ തേങ്ങ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കിച്ചടി ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊന്നും ചൂടാക്കി എടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 ടീസ്പൂൺ പുളി കുറഞ്ഞ തൈരാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല കട്ട തൈരാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 3-4 ടീസ്പൂണും കൂടിയും ഇവിടെ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറി അധികം ലൂസായി പോവാത്ത രീതിയിൽ വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് എപ്പോഴും കട്ട തൈരാണ് നല്ലത്. ഇപ്പോൾ നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. കടുക് ലാസ്റ്റ് താളിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കുംബറാണ്. അപ്പോൾ കുക്കുംബറിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഈ നടുവിലെ ഭാഗം ഞാൻ കളയാതെയാണ് ഇത് അരിഞ്ഞെടുക്കുന്നത്. നടുവിലെ ഈ ഭാഗം താല്പര്യമില്ലാത്തവർക്ക് അത് എടുക്കണ്ട, മുറിച്ച് കളയാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. ഇനി കുനുകുനാന്ന് ഇത് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതേപോലെ എല്ലാം കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കുക്കുംബറിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് തിരുമ്മി വെക്കണം. ഇത് കൈകൊണ്ട് നന്നായി തിരുമ്മി 10 മിനിറ്റ് ഇതിവിടെ മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ 1/2 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് കടുകും ചേർത്ത് കൊടുക്കാം. കടുക് ഒരിക്കലും കൂടി പോയരുത്. ചില സ്ഥലങ്ങളിലൊന്നും ഈ കടുക് ചേർക്കില്ല. ഇതിലേക്ക് തേങ്ങ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 3-4 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി അരച്ചെടുക്കാം. ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി നമുക്ക് അരച്ചെടുക്കാം. ഇനി ഈ അരച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കൊണ്ട് മിക്സിയുടെ ജാറിൽ നിന്ന് നന്നായി ഇത് വടിച്ചെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഉപ്പ് തിരുമ്പി വെച്ചിട്ടുള്ള കുക്കുംബർ എടുത്തിട്ട് നന്നായി കൈകൊണ്ട് പിഴിഞ്ഞ് ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം. കുക്കുംബർ പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാതും ഇതേപോലെ തന്നെ നന്നായി പിഴിഞ്ഞെടുക്കാം. ഇത് നന്നായി പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ കിച്ചടി ലൂസ് പരുവത്തിലായി മാറും. ഇപ്പോൾ ഇതെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ തേങ്ങ അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരച്ച് വെച്ച തേങ്ങയും കുക്കുംബറും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉപ്പ് ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും നല്ല കട്ടത്തൈര് ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇത് നന്നായി ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 2-3 ടീസ്പൂണും കൂടി ഞാനിവിടെ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്.
ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി 2 കിച്ചടിക്കുള്ള കടുക് താളിച്ചെടുക്കാം. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് 3-4 എടുത്ത് നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് 2 കിച്ചടിയിലേക്കും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ കുക്കുംബർ കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ബീറ്റ്റൂട്ട് കിച്ചടിയിലേക്കും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 തരത്തിലുള്ള കിച്ചടികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി കുക്കുംബർ കിച്ചടിയും ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള 2 കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.